ഞാനത് വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. ഇപ്പം ശാസ്താംകോട്ട സ്റ്റേഷനിലാണ്. ട്രാൻസ്ഫറായി. അതെ, റിലീവ് തിരുവനന്തപുരത്തേക്കാണ്, തിരുവനന്തപുരം സിറ്റിയിലേക്ക്. സ്റ്റേഷനായിട്ടില്ല, പക്ഷേ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേഷൻ ഇന്ന് പോകാനായിട്ടാണ്. വിഷമമുണ്ട്, പക്ഷേ അത് എന്താ ചെയ്യാം, നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. പേരൻസിനായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ആയി പോയാലേ പറ്റും. വിഷമമുണ്ട്, ഇവിടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഇവിടെ ഒരു സുഹൈലാണ് നിൽക്കുന്നത്, ശാസ്താംകോട്ടയിലാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഷഹനവാസ് സാറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, സഹപ്രവർത്തകരാണ്. അപ്പം ഒരു പോലീസുകാരൻ എത്രത്തോളം ഒരു നാടിന് പ്രിയപ്പെട്ടവനാകുന്നു എന്നുള്ള ഉദാഹരണമാണ് ഞാൻ സാറിനെ തേടി വന്നത്. സാറിനെ കുറേ നാളുകൊണ്ട് കോൺടാക്ട് ചെയ്യാൻ തേടിയൊന്നുമില്ല, സാറിനെ തേടിയൊന്നുമല്ല, സാറുള്ള സ്ഥലത്ത് നമ്മൾ വന്നു. അതെ, നമ്മൾ വന്നത്. അപ്പം സാർ ഇന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് പോവുകയാണ്. അപ്പം ആ പോകുന്നതിനെ പറ്റിയിട്ടാണ് സാറിന് പറയാനുള്ളത്. സാർ തിരുവനന്തപുരത്തേക്ക് അല്ലേ? തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. സാറും സാറിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സാർ ഒരുപാട് പ്രിയപ്പെട്ടവനായിരുന്നു ഇല്ലേ? സാറ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരാളാണ്. ഇന്ന് സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിക്കാം. സാറ് പോലും അറിയാതാണ് സാറ് വൈറലായെന്നുള്ളതാണ്. അതെ, സാറ് പോലും അറിയാതെ വൈറലായതാണ് സാർ. ഇന്ന് സാറിനോട് നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം ശാസ്താംകോട്ട സ്റ്റേഷനിലാണ്. ട്രാൻസ്ഫറായി. അതെ, റിലീവ് തിരുവനന്തപുരത്തേക്കാണ്, തിരുവനന്തപുരം സിറ്റിയിലേക്ക്. സ്റ്റേഷനായിട്ടില്ല, പക്ഷേ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റേഷൻ ഇന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മേലുദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ച് റിലീവ് ചെയ്യണം. അറിഞ്ഞവരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും കൂടെ ഉള്ളല്ലേ? ഇന്നും കൂടെ. നാളെ അവിടെ ജോയിൻ ചെയ്യും. നാളെ ജോയിൻ ചെയ്യാനായിട്ടാണ്. നമ്മുടെ നാടിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ആൾക്കാരാണ്, നല്ല കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ്. സാധാരണ കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് എല്ലാവരും പറയും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ്. പക്ഷേ ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നവരാണ്. നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു താല്പര്യം കൂടും, ആത്മാർത്ഥതയുള്ളവരാണ്. അപ്പം അതിൻ്റെ സന്തോഷം അവർക്കും സാറിനോട് എത്രത്തോളം സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്കും അവരെ വിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പോലീസിലെ ജോലിയാണ്. പിന്നീട് എവിടെയെങ്കിലും ഒരുമിച്ച് എല്ലാവരുമായിട്ടും ജോലി ചെയ്യാനൊക്കത്തില്ലെങ്കിലും കുറച്ച് പേരുമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. പോലീസിലെ കാര്യമായതുകൊണ്ട് നാളെ അവർക്കും ട്രാൻസ്ഫറുകൾ വരാം. പിന്നീട് എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒരുമിച്ച് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഈ സാറി പോകുന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് വൈകാരികപരമായിട്ട് സാറിനെ വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്? കുറച്ച് പേരൊക്കെ അറിയുന്നവരുണ്ട്. ഫോൺ വിളിച്ചിട്ട് സാറ് ഫോൺ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. പെട്ടെന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് കണ്ടവരുണ്ട് ഇന്നിപ്പോൾ പോകുന്നതെന്ന് അറിഞ്ഞ്. തിരുവനന്തപുരത്തേക്ക് പോയാലും തിരുവനന്തപുരത്ത് വിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ഒരു തിരിച്ച് ശാസ്താംകോട്ടയ്ക്ക് വരൂ. പോലീസിലെ കാര്യമില്ലേ, ഇലക്ഷൻ ട്രാൻസ്ഫർ തൽക്കാലം പോവുകയാണ്. അതിന് ശേഷം തിരിച്ച് ശാസ്താംകോട്ട ആയിരിക്കണമെന്നില്ല, ചിലപ്പം കൊല്ലം, പത്തനംതിട്ട ഏതെങ്കിലും ജില്ലകളിലോട്ട് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ ശാസ്താംകോട്ട കുറവാണോ? അല്ല, ശാസ്താംകോട്ടയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത പ്രദേശങ്ങൾ കൂടുതലാണ്. ലോ ആൻഡ് ഓർഡർ കൂടുതലുള്ളതാണ്. കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേഷനാണ്. പെട്ടെന്നാണ് ഇഷ്യൂസ്, പെട്ടെന്നാണ് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കില്ല. മറ്റ് സ്റ്റേഷനിൽ ഇന്നോട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ശാസ്താംകോട്ട അത്യാവശ്യം ടൈറ്റ് സ്റ്റേഷനാണ്. അതെ അതെ. എന്താ സാറിനെ പറ്റി പറയാനുള്ളത്? സാറ് നല്ലൊരു ഓഫീസറായിരുന്നു. എല്ലാം നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു ഓഫീസറായിരുന്നു. എല്ലാവരോട്ടും നല്ല രീതിയിൽ ഇടപെടവും, നല്ല സംസാരവും, മാന്യമായിട്ട് സംസാരവും, ലാൻഡ് ഓർഡർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. എല്ലാവരും സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ഏത് രാത്രി വിളിച്ചാലും ഏത് സമയം എപ്പോഴും ആക്റ്റീവ്, ആൾറെഡി ആയിരിക്കും. വിളിക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിലെത്തി കഴിയും. പുള്ളി പോകുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട്, ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കെന്നല്ല നാട്ടുകാർക്ക് മൊത്തത്തിൽ നാട്ടുകാർക്ക് നല്ല അഭിപ്രായം എപ്പോഴും സാറിനെ പറ്റി. എല്ലാവരും പിന്നെ ഒരു പരാതിയായിട്ട് വരുന്ന ആൾക്കാർ അവർ സന്തോഷത്തെ തിരിച്ചു പോകത്തുള്ളൂ. പരിഹാരം കണ്ടാലും ഇല്ലെങ്കിലും അവർക്ക് സന്തോഷത്തെ അവർ പോവും. അതാണ് അവർ സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. സാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വെറുപ്പുള്ള ആൾക്കാർ അതിനില്ലായിരുന്നു. ഇല്ല, അങ്ങനെ ഞങ്ങളും കേട്ടിട്ടില്ല. സാധ്യതയില്ല, ഇല്ല, അപൂർവമായിട്ട് അങ്ങനെയൊന്നും. നിങ്ങൾക്ക് വളരെ എന്താ ഒരു സഹോദര തുല്യനായിട്ടൊരു പ്രിയപ്പെട്ടനായിരുന്നു. അല്ല, നമ്മൾ ഒരുമിച്ച് ഡ്യൂട്ടി എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഡ്യൂട്ടി ടൈമിൽ പോലും സാറിനൊരു സഹോദര സ്നേഹമൊക്കെ അതെല്ലാവരുമായിട്ട് സാർ അങ്ങനെ അങ്ങനെ തന്നെയാണ്. നല്ല ഇടപെടലാണ്. പിന്നെ സാറ് പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരട്ടെ. ഇലക്ഷൻ്റെ ഉള്ള പെട്ടെന്നുള്ള ട്രാൻസ്ഫർ പറഞ്ഞാൽ മുൻകൂട്ടിയൊന്നും വന്നതല്ല. വിഷമമുണ്ട്. അത് എത്രത്തോളം സാറിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്? സാർ പോയി കഴിയുമ്പോൾ ഒരുപാട് സങ്കടമല്ലേ? അതെ, സങ്കടമാണ്. ഇത്രയും സാറിൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിയുന്നതിലൂടെ അഭിമാനമുണ്ട്. ഉണ്ട്. സാറ് തിരുവനന്തപുരത്തേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്? തിരുവനന്തപുരത്തേക്കാണ്. നിങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും ഒരേപോലെ സങ്കടപ്പെടുന്ന? അതെ അതെ.
സാറിന് മിസ് ചെയ്യും? ഉറപ്പായിട്ടും മിസ് ചെയ്യും. വേഗം തിരിച്ചു വരട്ടെ എന്നാണ് പറഞ്ഞത് ശാസ്താംകോട്ടയിലോട്ട്. ആ ശാസ്താംകോട്ടിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വിഷമമുണ്ട്, പക്ഷേ അത് എന്താ ചെയ്യാം, നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. പേരൻസിനായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ആയി പോയാലേ പറ്റും. അപ്പം വിഷമമുണ്ട്, ഇവിടെ തന്നെ തിരിച്ചു വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. നമ്മൾ സാറിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. വളരെ നല്ലൊരു ഓഫീസറാണ്. കൂടെയുള്ള പ്രവർത്തകരോടെ വളരെ സ്നേഹമായ സൗഹൃദപരമായിട്ട് എല്ലാവരും വിഷമമുണ്ട്. എല്ലാവരും വിഷമമുണ്ട്. നല്ലൊരു ഓഫീസറാണ്. ഇത് കൂടുതൽ വിവരങ്ങൾ എത്തട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ എന്നാ ഈ മൈക്ക് നോക്കാന്നേ. ഞാൻ വെച്ച് തരാം. സാറിൻ്റെ സഹപ്രവർത്തകനല്ലേ, എന്താ സാറിനെ പറ്റി പറയാനുള്ളത്? വളരെ നല്ലൊരു ഓഫീസറാണ് സാറ്. നമ്മളൊരു എസ് ഐ എന്നുള്ള അതിനുപരി നമ്മളോടെല്ലാം വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുകയും വളരെ കോപ്പറേഷനുള്ള സാറാണ്. സാറിൻ്റെ വീഡിയോകളൊക്കെ വൈറലായി, നിങ്ങൾക്കും കൂടെ ഒരു അഭിമാനമാണ്. എല്ലായിടത്തും പോകുമ്പോൾ സാറിന് തിരിച്ചറിയുന്നില്ല ആൾക്കാരൊക്കെ. അതാണ് അത് വീഡിയോ നല്ല, പക്ഷേ ഈ ഒരു വിഷയമുണ്ടത് മറ്റു വൈറലായാലും സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ക്രിമിനൽസൊക്കെ എവിടെ ചെന്നാലും ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രശ്നമാണ്. അപ്പോൾ സാറിൻ്റെ അറിവ് എല്ലാം എടുക്കുന്നതല്ലേ, വീഡിയോസ് എടുക്കുക. എല്ലാവർക്കും ധാഷ്ട്യക്കാരനായിട്ടൊരു എസ്ഐയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ സഹപ്രവർത്തകരോടെല്ലാം വളരെ നല്ല സമയമാണ്. നല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരും.